കുട്ടിയെ കാണാൻ വന്നതാ. ഞാനല്ല, ഇതാണ് ആള്. പിന്നെ എന്തെങ്കിലും സംസാരിക്കും. കാരക്കൂട്ടിൽ ദാസൻ. ഞാൻ പെട്ടിക്കടയാണ്, പെട്ടിക്കട. ബീഡി, മുറുക്കാൻ, സിഗരറ്റ്, പഴം. പഴം തന്നെ പലവിധമുണ്ട്. പൂവമ്പഴം, ഏത്തപ്പഴം, മൈസൂർ പഴം, പിന്നെ തീപ്പെട്ടി, സർബത്ത്. നല്ല കച്ചവടമാണ്. എന്താ പേര്? അങ്ങനെട്ട് വീടില്ല. ഞാൻ വീഴ്ച എന്താണോ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല. പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്കും വേറെ പണിയൊന്നുമില്ല. ദേവരുന്നു വേറൊരു കുരിശ്. ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുണ്ടോ? മറ്റോ വരുന്നു സാർ. ആരെ? രമേശൻ നായര്. ഇങ്ങോട്ടോ? അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദ്രോസിന് നിലംപരിശാക്കിയവനെ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈഎസ്പിയോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ചി കഷായം കുടിച്ചു കളയും ഞാൻ. കാരക്കുട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ് സാർ, നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടിയെടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവോ മറ്റോ ആണോ? താനാണോ ഈ രമേശൻ നായർ? അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയാ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSPയോടോ ചെന്ന് പറഞ്ഞോട്ടെ. താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. ഓ, ഒന്ന് വാദം കുറുന്തോട്ടിയം പിടികൂടി കേട്ടിട്ടേ ഉള്ളൂ. എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അയ്യോ, നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റ്, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപൊരി ചാക്കും. സഹദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ, ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. ഓടിക്കോ, ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തേ കൊല്ലുവേ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസ വേണ്ട, വേണ്ട ദാസ.
അയ്യോ നിർത്ത് ഇറക്ക് കാറ്റ് പോയാ ഒരു ജീപ്പ് വിളിക്കാതെ കിഷൻകുട്ടി സബിയാത്തേക്ക് സന്തോഷായി മോനെ ഇജ്ജ് വന്നല്ല മോളെ കിഷൻകുട്ടിക്ക് ചായയൊക്കെ കാച്ചി കൊടുത്ത കെട്ടിയോ വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചില്ലാത്ത എന്താ മോളെ കിഷൻകുട്ടി എന്നെ വയക്കുമല്ലോ പറഞ്ഞ ഞാനൊന്നും പറഞ്ഞില്ല സഭയത്ത ചിലപ്പോ ഞാൻ ഉടനെ പോകുന്നതിന്റെ എങ്ങനെ 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 വിഷമം കൊണ്ട് ഞാൻ ഉടനെ പോകുന്നതിന്റെ കിഷൻകുട്ടി മൊത്തത്തിലുള്ളാണ്ട് ഈ പോക്ക് തീരെ ശരിയല്ലേട്ടാ ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ നിക്കാ കഴിഞ്ഞോ കൊടുക്കാനോ പുതയ്ക്കാനോ എന്തെങ്കിലും ഇജ്ജ് വാങ്ങി കൊടുത്തിട്ടുണ്ടാ ചെല്ലു മോളെ ഇജ്ജ് പോയെന്ന് കുളിച്ചാളാ എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയെ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരെ ചെല്ലേന്ന് എനിക്ക് ഉടനെ പോണം സഫിയാത്ത മിണ്ടി പോരുത് വരാലേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എന്താണ്ട് എന്റെ വിചാരം ഓക്കും ഉണ്ടാവില്ലേ മോനെ കെട്ടിയന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാശ മാറി കൊടുക്കാൻ നല്ലൊരു അടിപ്പാവടയും കൂടി ഇല്ല പാവത്തിന് ഇജ്ജ് കൂട്ടിക്കൊണ്ട് പോയി 5-6 സാരിയും കുപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കി എങ്കിൽ ഞാൻ ഉടനെ പോയി വാങ്ങിച്ചോണ്ടിരാൻ സഫിയാത്ത നിക്കടോ അവിടെ ഇരിക്കടോ ആ കസരമായിട്ടിരിക്കാൻ ഓളിപ്പൊ കുളിച്ചിട്ട് വരും രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി മേടിച്ചാ മതി കേട്ടാ അദ്രിമാൻകുട്ടി എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ ബസീറിന്റെ ബാപ്പ മൂപ്പരെ വരച്ച വരെ നിർത്തിയോളാ ഈ സഫിയാത്ത അസനോട് ചോദിച്ചാ മതി അന്റെ വേഷം കിട്ടുന്ന ഞമ്മടെ അടുത്ത് വേണ്ടട്ടാ ആ കിഷൻകുട്ടി സഫിയാത്ത കിഷൻകുട്ടി ഇവിടെ എങ്ങനെ വന്ന് സഫിയാത്ത എങ്ങനെ ഇവിടെ വന്നു കൃഷ്ണൻകുട്ടി അതാര് നിങ്ങൾ ആളുകൾക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കും അതിന് ആൾക്കാരെവിടെ അനക്ക് കൊച്ചിയിലാണ് കച്ചവടം എന്ന് പറഞ്ഞിട്ട് അതെ കൊച്ചിയിലായിരുന്നു കച്ചവടം ആ കച്ചവടം പൊളിഞ്ഞു പോയി പിന്നെ ഇവിടെ തുടങ്ങി നിങ്ങൾ പോയി രണ്ട് ചായ വാങ്ങിച്ചോളൂ ഞമ്മക്ക് എന്റെ ചായ ഒന്നും വേണ്ട എളയപ്പാന്റെ മോന്റെ നിക്കാഹായിരുന്നു കാവത്തറ്റം കോഴി ബിരിയാണിയാ കൊച്ചിയിൽ നിങ്ങൾക്ക് എന്തിന്റെ കച്ചവടം കൊച്ചിയിൽ എനിക്ക് കപ്പലിന്റെ കച്ചവടം ഞാൻ അങ്ങനെ പല കച്ചവടം ചെയ്യും അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ എനിക്കിപ്പോ ഉടനെ ഒരു ചായ കിട്ടണം പറ്റുമോ ഇവിടെ നല്ല കച്ചവട നല്ല ലാഭം കട ഇന്നലെ തുടങ്ങിയുള്ളൂ സഫിയാത്ത എന്നിട്ട് ഇജ്ജന്റെ പെണ്ണിനോടൊരു വാക്ക് പറഞ്ഞ ഇത്രയും ദിവസമായിട്ട് ആ ബൈക്കൊന്ന് വന്ന അല്ല ഞാൻ ഇതിന്റെ തിരക്കില് എന്തു തിരക്ക് ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇന്നങ്ങോട്ട് വരാനിരുന്നതാ അന്നെ വിശ്വസിച്ച് വീടും കൂടി വിട്ടു വന്ന ഒരു പെണ്ണല്ലേ ഓള് രണ്ടുപേര് കത്തെഴുതാൻ കൂടി എനിക്ക് കഴിഞ്ഞില്ല അല്ലേ ഞാൻ ഇന്ന് തന്നെ വരികയാണ് സഫിയാത്ത നമ്മൾ ഇവിടെ നിന്നാ കാര്യം സംസാരിക്കണ്ട ആളുകൾ വേറെ വല്ലതും ധരിക്കും ഞാനിവിടെ പുതിയ ആളാണല്ലോ ഓൾ അവിടെ അന്നെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് അറിയാം അറിയാം സഫിയാത്ത ഇങ്ങോട്ട് വന്നേ ഓട്ടോ ഓട്ടോ കേറിക്കോ അടുത്ത ബസ്സിന് ഞാൻ എത്തിക്കോളാം ഞമ്മള് പൊയ്ക്കോളാം ഉടനെ വന്നില്ലെങ്കിൽ നമ്മൾ ഓളെയും കൂട്ടി ഇങ്ങോട്ട് വരും ഞാൻ വരും വിട്ടോ ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി അല്ല നിങ്ങൾക്ക് കൃഷ്ണൻകുട്ടി എന്നൊരു പേരുണ്ടോ കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി ഔക്കാദർകുട്ടി ഇബ്രാഹിം കുട്ടി ഒക്കെ എന്റെ പേരാ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി ഈ ചാടിക്കരിക്കുന്ന സ്വഭാവം മുമ്പില്ലല്ലോ അത് കുറുപ്പേ ആ സ്ത്രീ ഒരു ഭ്രാന്തിയാ എന്റെ ഒരു കൂട്ടുകാരൻ ചേച്ചിയാ രമേശൻ എന്നുള്ള പേര് എത്ര വട്ടം പറഞ്ഞാലും അവരെന്നെ കൃഷ്ണൻകുട്ടി എന്ന് വിളിക്കൂ എന്ത് ചെയ്യും പോയി ചായ വാങ്ങിച്ചു അപ്പൊ ഈ ചായ ഓഹോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോ കുറുപ്പ് ഒരു ചായ കുടിച്ചോളൂ കുറുപ്പ് എപ്പോ ചായ കുടിക്കുന്നു കുറുപ്പിനറിയാം ഓ ദാസൻ ഇത് കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല കുത്തും കുടലെടുക്കും അത്രേ ഉള്ളൂ അത്ര എനിക്കും വേണ്ടു കുത്തണം പക്ഷെ കുടലെടുക്കണ്ട ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി മനസ്സിലായില്ല ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം
തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാല് രണ്ട് വെട്ടിക്കളയാം. പിന്നെ കണ്ണൂത്തി പിടിക്കണം. അതൊക്കെ ദാസൻ ചട്ടപ്പയുടെ ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്. 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ. അതാ എന്റെ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. എവിടെടാ നിന്റെ മുതലാളി? പറയടാ. പോയി, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട. വീട്ടിലേക്ക് പോയി. എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം. ഈശ്വര, ഇതെന്ത് കഥ? വൃത്തിയായിട്ട് എഴുതുമോളെ. താരം. അയ്യോ, കൊല കൊല കുത്തിക്കൊല. എന്താ കുറുപ്പേ? ജീവന് കൊതിന്റെ ഓടിക്കോ. എന്താ കുറുപ്പേ കാര്യം പറ. അതൊന്നും പറഞ്ഞിക്കാൻ നേരില്ല. വാ വരി, വാ മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ. താൻ കാര്യം പറയണോ? എന്താ? ദാസൻ, കാരക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പെത്തും കുത്തും. അയ്യോ രമേശേട്ടാ, കരയില് വന്നു. എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു. ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു? തെറ്റും ശരി നോക്കാനുള്ള സമയമല്ലേ ഇത്. രമേശ കുറിപ്പ് പറയുന്നത് കേക്ക്. നീ ഓടിക്കാൻ മോനെ. അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? രമേശേട്ടാ, എനിക്ക് വയ്യ ഒരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ. അമ്മേ, അയ്യോ, രമേശേട്ടാ പോണ്ട. ഇവിടെ ജീവിക്കാൻ വയ്യ. രമേശൻ നായരെ വാതില് തുറക്ക്. വാതില് തുറക്കാൻ. വാതിൽ തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ. ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന് ആ തള്ളയോട് പറയടോ. ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്കുക. ഇന്നെനിക്ക് അതിന്റെ ദാഹം തീർക്കണം. ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ദാസനേക്കാളും വലുതാണ് ഇവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട ദാസ. തുറക്കില്ലല്ലേ? നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം. ചായക്ക് വെള്ളം വെച്ചോ? വേഗല്ലേ അവരിങ്ങെത്തി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ. അതാ നേരം ഇരുന്നാട്ടെ. കസേര. ഇവർക്ക് ഇതൊക്കെ മതി. ഞങ്ങളാ പ്രധാനപ്പെട്ട ആളുകൾ. ഞങ്ങൾ കുറച്ച് തിരക്കുള്ളവരാ. ഇദ്ദേഹത്തെ പറ്റി കേട്ട് കാണും. മുരുകച്ചോട്ടിൽ രമേശൻ നായർ. ദാസനെ പറ്റി ബ്രോക്കർ എല്ലാം പറഞ്ഞല്ലോ അല്ലേ? പറഞ്ഞു. ചെറുക്കന് പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നെ ഞങ്ങൾ അന്വേഷിച്ചുള്ളൂ. പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ. സ്ത്രീധനത്തിന് ഞാനെതിരാ. സ്ത്രീധനത്തിന് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും ഞാനെതിരാ. രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ നെടുന്തൂണാണ്. എന്നാ രജനോട് ചായ എടുക്കാൻ പറയാ. ചാരതേ, അവൾ അവിടെ തന്നെ ഇരിക്കുക. ചായ എടുക്കാൻ പറ. ഞാൻ പറഞ്ഞു. നാണമായിരിക്കും. ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ നാണം. അഭിപ്രായം വേണ്ട. ഞാൻ മുമ്പേലടോ. ഒന്നും മിണ്ടാതിരിടോ. എങ്കിൽ ദാസനൊന്ന് അകത്തേക്കല്ലേ. പലരും സംസാരിക്കണമെങ്കിൽ അതും ആവാലോ. ഒന്ന് കൂടെ ചെല്ലു സഹദേവാ. ഞാനും വരാം. ഇരിക്കടോ. വാ. അങ്ങനെട്ട് വീഴില്ല. ഞാൻ വീഴ്ച എന്താടോ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല. പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്കും വേറെ പണിയൊന്നുമില്ല. ദേവരുന്നു വേറൊരു കുരിശ്. സാർ, സാർ, ഉറങ്ങും വരെ ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുള്ളൂ. മറ്റോ വരുന്നു സാർ. ആരെ? രമേശൻ നായർ. ഇങ്ങോട്ടോ? ആ.
അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കും അറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദ്രോസിന് നിലംപരിശാക്കിയവനാ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈസിനോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ചി കഷായം കുടിച്ചു കളയും ഞാൻ. കാരക്കുട്ടിൽ ദാസൻ എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്. സാർ നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം. പക്ഷേ നടപടിയെടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ? അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSPയോടോ ചെന്ന് പറഞ്ഞോട്ടെ. താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. ഓ, രമേശ് സാറേ, ഒന്ന് നിൽക്കൂ. വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. അയ്യോ, നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റെ, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപതി ചാക്കും. സഹദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ, ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വാടാ. രമേശ, ഓടിക്കോ. ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. കുഴപ്പമില്ല, കുത്തുകയെ കൊല്ലുകയെ എന്ത് വേണം ചെയ്തോളൂ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസ, വേണ്ട വേണ്ട ദാസ. നിർത്ത്, ഇറക്ക്. ദാസ, കാറ്റ് പോയാ ഒരു ജീപ്പ് വിളിക്കാതെ. ഒന്ന് പിടിക്കേ. എന്താ എന്താ ഇവിടെ? ഒന്ന് വേഗം നോക്കണം. കാറ്റ് പോകാറായ കേസാ. അടിപിടിയോ അതോ കത്തിക്കുത്തോ? അടിപിടിയാ, പൊരിഞ്ഞടി. എങ്കിൽ പോലീസിനെ അറിയിക്കണം. അയ്യോ, അടിപിടിയൊന്നും അല്ല സിസ്റ്ററെ.
ഇത് അടിപിടിയെന്ന് പറഞ്ഞൊന്ന് ഉരുണ്ട് വീണ് പോയതാ. അത്രേ ഉള്ളൂ. എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ ഒന്ന് മാറി നിൽക്കണം. ഇങ്ങോട്ട് മാറിക്കോളൂ, മാറിക്കോളൂ. താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ? എന്തേ? അടിപിടിയാ, പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ആണോ? ഛോ, ഒന്ന് മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ. കുഴപ്പമാവോ പ്രസിഡന്റ്? രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും. അഥവാ അവൻ ചത്തു പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടി കളയാം. എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശേട്ടകത്തായിക്കോട്ടെ. വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവാ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇവന് ബന്ധുക്കളാരും ഇല്ലേ? എന്തിനാ? ഒന്ന് അറിയിക്കണ്ടേ? എടോ, ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്. ആ, ചിലപ്പോ മുളച്ചും വരും. എന്താ കുറച്ച് സ്വസ്ഥത തരുമോ? ഛോ, ഇതാ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. എങ്ങനെയുണ്ട് സിസ്റ്റർ? കുഴപ്പമൊന്നുമില്ല. വിശന്നാ? ഇവിടുന്ന് മുട്ടയും പാലും കിട്ടി. മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ. ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു. ഇന്നും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ദാസ, ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? വയ്യെന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോകും. ഇവിടുന്ന് ഭേദമായിട്ട് ഇറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം. അല്ലേലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ. തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പി ചോദിക്കുന്നു. മാപ്പ ഇപ്പൊ ഒരുപാടായി. ദാസൻ ഏതുവരെ പഠിച്ചു? 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്. സ്വന്തം അമ്മാവനെയോ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എൻ്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണു. ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തുവരയിൽ. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോൾ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി. ഇനി ദാസൻ ഒറ്റയ്ക്കല്ല. ദാസനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് കരുതിക്കോളൂ. ആരാണത്? ഞാൻ തന്നെ. എനിക്ക് ഒരു സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതറിയായിരുന്നു കാരക്കൂട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം. അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ദാസൻ എങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കാവുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്താം. അത് വേണ്ട പ്രസിഡന്റ്. ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയപടിയാവും. നമ്മുടെ കുളത്തിന്റെ റോഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ. ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട. ചർച്ച വേണം. ലോൺ കിട്ടുമെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ. ബാങ്കിൽ ജാമ്യത്തിന് ആളെ കിട്ടുമോ? ഞാനാണല്ലോ അവനെ എവിടം വരെ എത്തിച്ചത്. ലോണും ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തോളാം. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായരെ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലം അത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ചട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ. നാടമുറിച്ച് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തീയൽ ഒഴുകി. ആ, എന്താ ഇതിന്റെ പേര് പറഞ്ഞത്? തീയൽ. തീയൽ. തീയിൽ. നല്ല പേര്.
ദാസൻ ഊണങ്ങനെ സാധാരണ? അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ട് തിന്നും. പൂച്ച തിന്നു? പൂച്ചിറച്ചി നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേൽ സോടണം. എന്തിനാ? എന്നാലേ ദഹിക്കൂ. ഒരു പ്രത്യേക ജീവിതല്ലേ. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാനിത് സതീശേട്ടനെ അറിയിക്കും. ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം. ഒന്ന് പതുക്കെ പറ. അമ്മയ്ക്കൊരു മോളില്ലഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ അവളെ ഇപ്പൊ രമേശൻ ആ നാറിക്ക് കെട്ടിച്ചു കൊടുത്തേനെ. നിന്നോടല്ലേ പറഞ്ഞു വെള്ളം വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവാ. നീ അങ്ങോട്ട് വരണ്ട. ആ അവിടെ നിക്കമ്മേ. ഒരാള് വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്നെന്താ? എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട. അമ്മയ്ക്ക് എന്നത്തെ പേടിയാ. എനിക്ക് ആരെയും പേടിയും കിടിയൊന്നും ഇല്ല. തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ. വീടില്ല, കുടിയുണ്ടായിരുന്നു. കേട്ടോ അമ്മേ, ദാസൻ മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു. പക്ഷെ മെരുങ്ങി. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു. ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ. ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ. എനിക്ക് ഇപ്പൊ ഉള്ള 2 മക്കളും മതി. പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ. ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം. നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ? അമ്മേ, അയ്യേ, എന്തൊരുപാട്. രമേശ, ഇനി ഇതെങ്ങനെ എന്നെ വിളിച്ച എന്റെ മട്ടുമാറി ഞാൻ പറഞ്ഞേക്കാം. ஐயா ஐயா. മുനീറേ, ധർമ്മക്കാരൻ. தர்மம் கேட்க வரலங்க. ஏதாவது வேலை? വേലൊന്നും ഇറക്കണ്ട. இல்ல, இந்த சாக்கு ചുമട് എല്ലാം എടുക്കൂ. കൂലി ഇങ്ങ് ഇഷ്ടമുള്ളത് കൊടുത്താ പോതുങ്ക. ഓ, പണിക്ക് വന്നതാണോ? ആമാ. എங்கே നിന്ന് വരുന്നു? മേട്ടുപ്പ. എന്തുപ്പാ? நான் தெங்காசி தெங்காசி. பேரு மாரி முத்து. அங்க சொன்னேன் நீங்க பெரிய மனசாளுன்னு. നല്ലോണം ചുമടെടുക്കുമാ? നല്ല അസല എടുക്കുങ്ക. കൂലി എനിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതിയോ? മതിയുങ്ക. ആ മുനീറേ, ഒരു പാണ്ടി വന്ന് ചാടിയിരിക്കുന്നു. പണിയെടുക്കാൻ പാണ്ടിയെ വെല്ലുന്ന ഒരുത്തനും വിടില്ല. കൂലിയുടെ കാര്യവും പ്രശ്നമല്ലത്രേ. ഏതാവത് കൊടുത്താ പോതുങ്ക, എനിക്ക് വേലതാ മുഖ്യം. ആ, അപ്പോ നല്ല ഭാരമുള്ള ചാക്ക് നോക്കി പാണ്ടിയുടെ തലയ്ക്ക് വെച്ചു കൊടുക്കും. ശരി. യൂണിയൻ ചേരാൻ പാടില്ല. എന്നത്? യൂണിയൻ ഇല്ല, കൊടി സമരം. കൊല പണിടുവേ ഞാൻ, മനസ്സിലായോ? ഞാനൊരു അപ്പാവിങ്ക. ഒന്ന് വേഗമാട്ടേണ്ട താമര. 12 മണിക്ക് ലോറി അയക്കാനുള്ളതാ. ഒരു ചാക്ക് എടുത്ത് പോയിട്ട് നേരെ വെത്താടാ. നമുക്ക് ഒന്ന് വേഗം നടത്തോളൂ. എനക്ക് അങ്ങ ലോറിയിലേറ്റി. എന്തേറ്റി? നീ എടുക്കുന്നത് കള്ളപ്പണിയാ. അത് അങ്ങേ പോതും. ദേവസ്യ, 2 ചാക്ക് ഈ പാണ്ടിയുടെ തലയിൽ ഏറ്റി കൊടുക്ക. 2 മൂട്ടയാ? മൂട്ടയല്ല, അരിച്ചാക്ക്. അവിടെ നിൽക്കടാ. നമുക്ക് ഇത് പോതുങ്ക. പോതുമ, അതുകൂടെ വെച്ചു കൊടുക്ക. കള്ളപ്പണി മുടിയാതുങ്ക. കുനിഞ്ഞു കൊടുക്കോ, കുനിഞ്ഞു കൊടുക്കോ. എന്നെ കൊല്ലാതുങ്ക. നടാ നടാ. ചീത്ത കേൾക്കാനും പണിയെടുക്കാനും പാണ്ടികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? വെച്ചോ. മുനീറേ, ഹസനക്കല്ലേ? ഹസനക്ക ഇല്ലേന്ന്? ഹസനക്ക അങ്ങേ അങ്ങേ അങ്ങേ. എന്റെ പാണ്ഡ്യാലേ കയറി വന്നിട്ട് എന്നോട് ഊന്ന് ചോദിച്ചാ എന്താ അർത്ഥം? എന്നെ അടിയന്തരമായിട്ട് കാണുന്ന കത്ത് കൊടുത്ത് വെച്ചിട്ടാ ഞാൻ വന്നത്. കത്ത് കൊടുത്തയച്ചു. കാര്യം എന്താന്ന് പറ. ഈ ഹസൻ ഉണ്ടല്ലോ, വെറും ഒരു ആപ്പ ഊപ്പ ഹസനല്ലെന്ന് താൻ മനസ്സിലാക്കിയോ? അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. ഇല്ല, വേണ്ടോണ്ട് മനസ്സിലാക്കിയിട്ടില്ല. അവളുണ്ടല്ലോ, ഇങ്ങടെ ആ പെണ്ണ്. എന്റെ പെണ്ണല്ല. എന്നാ ആരുടെയെങ്കിലും പെണ്ണ്. അവളുടെ പേരെന്താ? രജനി. രജനി. അവളിൽ നിന്ന് താൻ എന്നേക്കുമായി രക്ഷപ്പെടാൻ പോകുന്നു. ഒപ്പം അവളും രക്ഷപ്പെടാൻ പോകുന്നു. അബുദാബിയിലെ ഒരു ഇന്ത്യൻ സ്കൂളില് ആ കുട്ടിക്ക് ടീച്ചറായിട്ടൊരു ജോലി കിട്ടുന്നു എന്ന് വിചാരിക്കുക. എങ്ങനെയുണ്ടാവും? എങ്ങനെ? അതേടോ നായരെ, മോലിയാരുടെ മോൻ അബ്ദുള്ള കുട്ടി, അവന്റെ ആ സ്കൂള് അബുദാബിയില്. തനിക്ക് വേണ്ടി ഞാൻ അവന്റെ കാല് പിടിച്ചു. പെണ്ണിന് ഭാഗ്യമുണ്ടെങ്കിൽ ഈ മാസം തന്നെ കടലിടക്കാം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഹസനക്ക. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങള് വിചാരിച്ചത് ഞാൻ വെറും ഒരു യൂസേഴ്സ് ആണെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ വേണ്ട, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ റെയിൻബോ ട്രാവൽസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, താൻ അവളെയും കൂട്ടി അവിടെ ചെല്ലുക. എന്നിട്ട് ഇന്ന് തന്നെ പാസ്പോർട്ടിന്റെ കടലാസുകളൊക്കെ ശരിയാക്കുക. ഈ ഉപകാരം ഞാൻ ഒരിക്കലും. നിങ്ങൾ ചെല്ലുകാരെ